ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ ചായം. 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 എഴുതിയോ? എഴുതിയാ? ചായം എഴുതിയല്ലേ? എങ്ങനെയാണെന്നറിയാലോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് താരം. 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 രണ്ടാമത്തത് താരം. ഓക്കെ, ഫിനിഷ്. ഓക്കെ, ഗുഡ്. താരം എഴുതിയല്ലേ? നെക്സ്റ്റ് മഷി. 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 ജസ്വലെ എവിടെ നോട്ട്ബുക്ക്? ജസ്വൽ ബിനു, വെർ ഈസ് യുവർ നോട്ട്ബുക്ക്? 2 ലൈൻ ബുക്ക് എടുത്തേ നമ്മുടെ മലയാളത്തിന്റെ. അതിലെഴുതിയേ. ഓക്കെ. നെക്സ്റ്റ് സിംഹം. 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 ശ്രദ്ധിക്കണം, സിംഹം. ഹാ എഴുതിയിട്ട് ആദ്യം സാ എഴുതുക, ചിഹ്നങ്ങൾ നോക്കണേ, ശ്രദ്ധിച്ചെഴുതണം. എന്നിട്ട് ഹാ എഴുതിയിട്ട് ചിഹ്നം ഇടണം. സിംഹം. ഫോർത്ത് വൺ സിംഹം. ഫിനിഷ്. കാശിനാഥ് എഴുതിയോ? കാശിനാഥ്? ഓക്കെ, ഗുഡ്. ഇപ്പൊ നെക്സ്റ്റ് പറഞ്ഞോട്ടെ. എല്ലാ മക്കളും എഴുതിയോ? കെ ക്രിസ്റ്റി എഴുതി, ഷാൻ എഴുതി, കാശിനാഥ് എഴുതി, ഓക്കെ, അവേദി എഴുതി, അനയ റോസ് എഴുതി, നെഹ്ല ഫാത്തിമ എഴുതി അല്ലേ? എല്ലാ മക്കളും എഴുതിയോ? ഓക്കെ, ഇവിടെ പാർവണ എഴുതി. ഓക്കെ, അപ്പോ ആദ്യം മുതലുള്ളത് ഒന്നുകൂടി പറയാം. ചായം, 2 താരം, 3 മഷി, 4 സിംഹം. 4 എണ്ണാണ് പറഞ്ഞത്. അഞ്ചാമത്തത് തവള. 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 ദേവപ്രിയ ഇവിടെ തെറ്റിക്കുന്നുണ്ടോ? ഉണ്ടോ ദേവപ്രിയ? പഠിച്ചിട്ടില്ലേ ഒന്നും? തവള. 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 ഓക്കെ. ഓക്കെ. ഇപ്പൊ തവള എല്ലാവരും എഴുതിയോ? ഓക്കെ, എല്ലാ മക്കളും എഴുതി അല്ലേ? നെക്സ്റ്റ് വട. 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 സാധ എഴുതുന്നുണ്ടോ? സാധേ വേഗം എഴുതിയേ. ഓക്കെ, ഗുഡ്. ഫിനിഷ് ആണല്ലേ എല്ലാവർക്കും? വട. വട എഴുതാൻ ബുദ്ധിമുട്ടേ ഇല്ല, വായും ടായും എഴുതിയാൽ മതി അല്ലേ? ഓക്കെ. അടുത്തത് പാലം.
പാലം. പാലം. പാലം. അലോണിനെ അവിടെ കാണുന്നില്ലല്ലോ. അലോണേ ഉണ്ടോ ആള്? ഓ ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഫിനിഷ് ആയി അല്ലേ? അപ്പോ പാലം എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് വാഴ. 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 അവിനാശേ, അവിനാശിനെ അറിയുന്നില്ലേ എഴുതാൻ? ഉണ്ടോ? വാഴ എങ്ങനെ എഴുതുക? വാ എഴുതുക, എന്നിട്ട് ആയന്റെ ചിഹ്നം. ഏതാ ചിഹ്നം? ആ ചിഹ്നം. ഓക്കെ, എഴുതുന്നുണ്ട് അല്ലേ? വാഴ. വാഴ. ഓക്കെ. അടുത്തത് മേശ. മേശ. മേ. മാക്ക് മുമ്പിൽ ഏത് ചിഹ്നാണ് വേണ്ടെന്ന് ഇടണേ ആദ്യം. അത് കഴിഞ്ഞിട്ട് മാ. മേ ശ. ശ. യ ര ല വ ശ. മേ ശ. ക്രിസ്റ്റി എഴുതിയ? ക്രിസ്റ്റി ക്രിസ്റ്റി എഴുതുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. മേശ. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് എത്രാമത്തെയാ പറയേണ്ടത്? 9ാമത്തെ അല്ലേ പറയേണ്ടത് മിസ്സിനി? പാറ അല്ലേ ഷൻ? 10 ആയോ ഇപ്പോ? പാറയും കൂടെ 10 ആയോ? മേശ. ഓക്കെ, എന്നാ പാറ. ലാസ്റ്റ് വൺ പാറ. ഇപ്പൊ 10th വേർഡ് പാറ. ലാസ്റ്റ്. എഴുതിയ എല്ലാ മക്കളും? ഫിനിഷ് ആണോ എല്ലാവർക്കും? എഴുതി കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരും എഴുതി അല്ലേ? ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പാറ. എന്ത് പറ്റി ജിയോണക്ക്? എന്താ ജിയോണ? തെറ്റിയോ? ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയണോ? ഓക്കെ. ഫസ്റ്റ് വൺ ചായം. എഴുതിയേ ഇല്ലേ മോള്? എന്താ ഇത്ര ലേറ്റ് ആയത്? ഇപ്പൊ 1:56 ആയല്ലോ ടൈം. 1:45 നമ്മുടെ ക്ലാസ്. ഓക്കെ. ഒന്നാമത്തത് ചായം. ഒന്നാമത്തെ ചായം. രണ്ടാമത്തത് മഷി. അല്ല, രണ്ടാമത്തത് താരം ആണ് പറഞ്ഞത്. താരം. മൂന്നാമത്തത് മഷി. മഷി. 4 സിംഹം. 5 തവള. 6 വട. 7 വാഴ. 8 പാലം. 9 മേശ. 10 പാറ.
ജിയോണൊക്കെ എവിടെ വരെ എത്തി ജിയോണ? ചായം എഴുതിയോ? ആദ്യത്തത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ മഷി. തേർഡ് താരം. ഫോർത്ത് വേർഡ് സിംഹം. നോക്കി എഴുതല്ലേ, ഒറ്റക്ക് എഴുതണം. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞു? ഓക്കെ, അതിൽ 10 ശരിയായ എത്ര പേരുണ്ട്? ഓക്കെ, ഒരുപാട് പേരുണ്ടല്ലേ. ഓക്കെ, ഉഷാറാവുന്നുണ്ട് എല്ലാവരും അല്ലേ? 10 ശരിയാണോ എല്ലാവർക്കും? ഓക്കെ, 1 2 3 4 5 6 7 8 9 10 കുറേ പേരുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ 10 വേർഡും ശരിയായ കുട്ടികളുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ അമ്മയോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് സ്റ്റാർ വാങ്ങിക്കോ കേട്ടോ. 10 5 ഓക്കെ, എത്രയെങ്കിലും. ഓക്കെ, തെറ്റിയവരെന്ത് ചെയ്യണം? ഒരു വേർഡ് തെറ്റിയവരും 5 ടൈംസ് എഴുതണം കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ വേർഡും തെറ്റിയത് നിങ്ങൾ 5 ടൈംസ് എഴുതി അടുത്ത ദിവസത്തേക്ക് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ മറന്നു പോകും കേട്ടോ. അതേ 2 ലൈൻ ബുക്കിൽ അടുത്ത പേജിൽ എഴുതിയാൽ മതി തെറ്റിയ വാക്കുകൾ. ഓക്കെ ഓക്കെ, 10 മാർക്കും ഉണ്ടല്ലേ സാധേ? ഗുഡ്. കെ ക്രിസ്റ്റിക്ക് ഉണ്ട്, ഒരുപാട് പേർക്കുണ്ട്. ഇഷാനയുണ്ട്, പിന്നെ ആരാ? കാശിനാഥ്, സമജ്ഞ, ആരോമൽ. അവിനാഷ് എത്ര മാർക്കുണ്ട് അവിനാഷ്? എത്ര മാർക്കുണ്ട് അവിനാഷേ? എത്രയുള്ളത്? കാണുന്നില്ല? എനക്ക് നിങ്ങളെ കാണാം. എനക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എത്ര മാർക്കാണ് ഉള്ളത് അവിടെ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. ശരിക്കും കാണാൻ പറ്റില്ല, കാരണം നോട്ട്ബുക്കിലായതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. 10 തന്നെയാ മോനെ? ഓക്കെ, ആ കറക്റ്റ്, 10 ഉണ്ട് അല്ലേ? ഓക്കെ, അംന ഫാത്തിമ എഴുതിയില്ലേ? അംന ഫാത്തിമ എല്ലാം ജസ്വൽ എഴുതി, എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലേ? ചിഹ്നങ്ങൾ മനസ്സിലായിട്ട് എഴുതുന്നതാണോ അല്ല ബൈഹാർട്ട് ചെയ്യുന്നതാണോ ആവോ? ഓക്കെ, അപ്പൊ അത് നമ്മൾ അടച്ചു വെക്കുക. എല്ലാവരും തെറ്റിയത് എന്ത് ചെയ്യണം? ഇമ്പോസിഷൻ എഴുതണേ 5 ടൈംസ്. അപ്പൊ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് എഴുതാൻ പഠിച്ചിട്ടുണ്ടോ? അടുത്ത ക്ലാസ്സിൽ മിസ് അത് ഡിക്റ്റേഷൻ ഇടുവേ. വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ്, എല്ലാ അക്ഷരങ്ങളും. ഓക്കെ, അപ്പൊ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്താ എഴുതാനുള്ളത്? വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ അല്ലേ? ഇപ്പൊ പഠിച്ചിട്ട് വരണം നല്ല പോലെ. ഓക്കെ, ഏതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് അറിയില്ലേ? കഖ ഖ അല്ലേ? നമ്മുടെ 33-ാമത്തെ പേജിലുള്ളത്. അപ്പൊ നമ്മൾ കുഞ്ഞേ കുഞ്ഞേ എന്നുള്ള റൈംസ് അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? ഓക്കെ, എന്താണ്? കുഞ്ഞേ കുഞ്ഞേ കരയാതെ കുഞ്ഞിക്കണ്ണ് കലങ്ങൂലോ, കുഞ്ഞിക്കണ്ണിലെ മഷിയെല്ലാം കുഞ്ഞിക്കവിളിൽ ഒലിക്കൂലോ, കുഞ്ഞിക്കണ്ണിലെ മഷി പിന്നെ കുഞ്ഞിയുടുപ്പിൽ പുരളൂലോ. പഠിച്ചോ എല്ലാവരും? അത് കുറേ നാളായി മിസ് അതെടുത്തിട്ട്. അപ്പൊ അത് പഠിക്കണം കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ദിക്കുകൾ. കണ്ടോ? പേജ് നമ്പർ എല്ലാവരും എടുക്കുക. പേജ് നമ്പർ 34, 34-ാമത്തെ പേജ്. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. ശ്രദ്ധിക്കുക എല്ലാവരും. കണ്ടോ എല്ലാവരും? ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ പേജ് നമ്പർ 34 കണ്ടോ എല്ലാ മക്കളും? 34-ലല്ലേ നിങ്ങൾക്കുള്ളത്? നോ അല്ലേ? എന്നാ ടീച്ചറിൻ്റെത് മാറ്റായിരിക്കാം ഈ ഇത് അല്ലേ? നിങ്ങൾക്ക് എത്രയില്ല?
36 ആണല്ലേ നിങ്ങളുടെ ബുക്കില്? അപ്പൊ മിസ്സിന്റെ ബുക്കിൽ 34 ആണുള്ളത്. ദിക്കുകൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ദിക്കുകൾ ഇതാണ് മിസ് എടുക്കാൻ പറയുന്നത്. ദിക്കുകൾ ഇതാ കണ്ടോ? അപ്പൊ ദിക്കുകൾ എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? ദിക്കുകള് EVS ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഡയറക്ഷൻസ്, ദിശകള് അല്ലേ? ഏതൊക്കെ ദിക്കുകളാ ഉള്ളത്? ആർക്കറിയാം ഏതൊക്കെ ദിക്കുകളാ ഉള്ളത് എന്ന്? ഓക്കെ, ആർക്കൊക്കെ അറിയാം ദിക്കുകൾ ഏതെല്ലാണെന്ന്? ഓക്കെ, ക്രിസ്റ്റി ഏതൊക്കെയാണ് ദിക്കുകള്? മോനെ അൺമ്യൂട്ട് ചെയ്തോ? അമ്മയൊന്നും വേണ്ട, മോൻ പറഞ്ഞോ മിസ്സിനോട് അറിയുന്ന കാര്യം. ഏതൊക്കെയാണ് ദിക്കുകള്? കിഴക്ക്, പടിഞ്ഞാറ്, പിന്നെയോ കിഴക്ക്, പടിഞ്ഞാറ്. എങ്ങനെ? സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ദിക്കുകൾ ഏതൊക്കെയാണ്? 4 4 ഏതൊക്കെയാണ്? കിഴക്ക്, പടിഞ്ഞാറ്, പിന്നെയോ വടക്ക്, തെക്ക് അല്ലേ? നമ്മള് നോർത്ത്, സൗത്ത്, പിന്നെയോ ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെയല്ലേ? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, ഇങ്ങനെയാണ് 4 ഡയറക്ഷൻസ് അല്ലേ? ദിക്കുകൾ. 4 ദിക്കുകൾ ഏതൊക്കെയാണ്? കിഴക്ക്, മലയാളത്തിലാകുമ്പോ എന്ത് പറയണം? കിഴക്ക്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈസ്റ്റ്. വെസ്റ്റ്, പടിഞ്ഞാറ് അല്ലേ? നോർത്ത്, വടക്ക്, സൗത്ത്, തെക്ക്. ഓക്കെ, അങ്ങനെ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, ഇങ്ങനെ 4 ദിക്കുകളാണ് ഉള്ളത് അല്ലേ? 4 ദിക്കുകളാണ് ഉള്ളത്. അപ്പോ നമ്മുടെ സൂര്യൻ എവിടെയാണ് ഉദിക്കുക? സൂര്യനെ അറിയോ എല്ലാവർക്കും? സൂര്യനെ അറിയാം അല്ലേ? ഓക്കെ, സൂര്യൻ എവിടെ ഉദിക്കും? എവിടെയാ ഉദിക്കുക പാർവണ? സൂര്യൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. സൂര്യൻ എവിടെയാണ് ഉദിക്കുക? അമ്മേനെ ഒന്നും വിളിക്കണ്ട, മോൾ അൺമ്യൂട്ട് ചെയ്തോ. സൂര്യൻ എവിടെയാ ഉദിക്കുക? കിഴക്ക് അല്ലേ? സൂര്യൻ കിഴക്ക് ഉദിക്കും അല്ലേ? അനയാ എവിടെയാണ് അസ്തമിക്കുക സൂര്യൻ? ഓക്കെ, പടിഞ്ഞാറ് അല്ലേ? അപ്പോ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് ആര്? സൂര്യൻ ചെയ്യുന്നത് അല്ലേ? അപ്പൊ കിഴക്ക് ഉദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. പടിഞ്ഞാറ്. ഏതൊക്കെയാണ് ദിക്കുകള്? പറഞ്ഞ എല്ലാവരും ഒന്ന്. ഏതൊക്കെയാണ് ദിക്കുകള്? കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഒന്നുകൂടി പറഞ്ഞ എല്ലാവരും, ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ എല്ലാവരും. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് അല്ലേ? ദിക്കുകൾ എത്ര എണ്ണാണ്? 4. അപ്പൊ ഏതെല്ലാണ് ദിക്കുകൾ? എത്രയാണ് സാധേ? ഇപ്പൊ എന്തൊക്കെയാണ് മിസ് പറഞ്ഞത്? ദിക്കുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ദിക്കുകൾ എഴുതിയിട്ടുണ്ടോ അവിടെ? ദിക്കുകൾ ദിക്കുകൾ എത്രയാ ഉള്ളത്? 4. ഓക്കെ, 4 ദിക്കുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് സാധേ? കിഴക്ക്, കിഴക്ക്, നെക്സ്റ്റ് പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അല്ലേ? അപ്പൊ 4 ദിക്കുകളാണുള്ളത്. ഏതൊക്കെയാണ് ദിക്കുകള്? 4 എണ്ണം. അത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പോ സൂര്യൻ എന്ത് ചെയ്യും? കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും അല്ലേ? സൂര്യൻ കിഴക്കുദിക്കുകയും
പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും. സൂര്യൻ എന്താ ഇംഗ്ലീഷ് പറയും? സൂര്യനാ സൺ അല്ലേ? സൺ അല്ലേ? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് അല്ലേ? ഓക്കെ. അപ്പോ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും അല്ലേ? കിഴക്ക് ഉദിക്കും. അപ്പൊ സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും. ഓക്കെ. സമറ്റേരടുത്തുണ്ട് അല്ലേ? സമറ്റ ലക്ഷ്മിപ്രിയ അടുത്താണോ ഉള്ളത്? ദേവപ്രിയ അടുത്താണോ? അല്ല, ലക്ഷ്മിപ്രിയ നടിച്ചിട്ടാണല്ലോ കേറിയത് സമറ്റ്ന അല്ലേ? സമറ്റ്ന സമറ്റ്നയുടെ പേര് ലക്ഷ്മിപ്രിയ എന്നാണല്ലോ കാണുന്നത് അല്ലേ സമറ്റ്ന? ഏത്? അതെ അല്ലേ? ഓക്കെ. അപ്പോ മോളെ ഡയറക്ഷൻസ് ഉണ്ട് അല്ലേ? ദിശ കാണിക്കുന്നതാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോ ഉണ്ടോ സമറ്റിന്റെ കയ്യില്? അത് നമ്മൾ എവിടെ പോയി വെച്ചാലും അത് കിഴക്കാണെങ്കിൽ കിഴക്ക് കാണിക്കും, തെക്ക് വടക്ക് ഇത് കാണിക്കുന്നതാണത്. കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോ നമുക്ക് 4 ദിക്കുകളാണുള്ളത്: കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പൊ എന്തൊക്കെയാണ്? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് അല്ലേ? അപ്പോ സൂര്യൻ സൺ അല്ലേ ഇംഗ്ലീഷ് പറയാ? സൂര്യൻ നിങ്ങൾക്ക് അറിയാലോ. സൺ റൈസസ് ഇൻ ദ എന്താണ്? ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോ സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദിക്കുകളിൽ പഠിക്കാനുള്ളത്. ദിക്കുകൾ 4 എണ്ണാണ്. കിഴക്ക് മറന്നു പോകരുത് കേട്ടോ. ദിക്കുകള് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് നോക്കിയേ? ദിക്കുകൾ. എന്താണ് ഹെഡിങ്? ദിക്കുകൾ. എങ്ങനെ എഴുതിയ നോക്കിയോ? ദാക്ക് വള്ളിയിട്ടിട്ടുണ്ട്, ഇക്ക എഴുതിയിട്ടുണ്ട്, ഊച്ചിനൂട്ടിട്ടുണ്ട്, കാ എഴുതിയിട്ടുണ്ട്, ഇള്ള എഴുതിയിട്ടുണ്ട്. ദിക്കുകൾ അല്ലേ? ദിക്കുകൾ കണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? ഉദയം. ഉദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദിക്കുന്നത് അല്ലേ? സൂര്യൻ. ഉദയം കിഴക്ക്. താഴത്തിൽ എന്താണ്? അസ്തമയം. അസ്തമയം കണ്ടോ നിങ്ങള്? അസ്തമയം പടിഞ്ഞാറ്. ആ പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ? ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. നെക്സ്റ്റ് താഴെ എന്താ കുളത്തിലുള്ളത്? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. വായിച്ചു നോക്കിയേ. തെക്ക് എങ്ങനെയാ എഴുതിയ നോക്കിയേ? താക്ക് മുമ്പിൽ ഏച്ചിനിട്ടിട്ടുണ്ട്, ഇക്ക എഴുതിയിട്ടുണ്ട്, ചന്ദ്രക്കര ഇട്ടിട്ടുണ്ട് അല്ലെ? കൂട്ടക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം. പിന്നെ വടക്ക് ഇക്ക എഴുതിയിട്ടുണ്ട്, അവിടെയും വടക്ക് വടക്ക്. പിന്നെയോ കിഴക്ക് എങ്ങനെയാ എഴുതുന്നത് ശ്രദ്ധിക്കണം. കിഴക്ക് കാ എഴുതി, ഈച്ചിനുട്ടു, ഴ ഇക്ക ചന്ദ്രക്കല. നെക്സ്റ്റ് പടിഞ്ഞാറ് പടിഞ്ഞാറ്. ശ്രദ്ധിച്ചു നിങ്ങൾ? പടിഞ്ഞാറ് എങ്ങനെ എഴുതുന്നത്? ഓക്കെ. അപ്പോ ഇത്രയാണ് അതിൽ പറയുന്നത്. 1 ദിക്കുകൾ, 2 ഉദയം കിഴക്ക്, അസ്തമയം പടിഞ്ഞാറ്, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ്, തെക്ക് വടക്ക് നടക്കുക. ഇത്രയാണ് അതില്. അപ്പൊ ഉദയനിലിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? അസ്തമയം. ഉദയത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? വിപരീത പദം അല്ലെങ്കിൽ എതിർ പദം എന്നൊക്കെ പറയാ. അപ്പൊ എന്താണ്? ഉദയം അസ്തമയം. ഉദയം അസ്തമയം. ഓക്കെ. എന്താണ് അന്ന ഗ്രേസ്? എന്താ മോളെ പറയാൻ ഉദ്ദേശിച്ചേ? അന്ന അൺമ്യൂട്ട് ചെയ്തോ, പറഞ്ഞോ. അന്ന ഗ്രേസേ കേൾക്കുന്നുണ്ടോ? കൈ പൊക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നുമില്ലേ? അന്നക്കുട്ടി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ദിക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതില് എന്താണ് എഴുതണ്ടേ? നമുക്ക് എഴുതി നോക്കണ്ടേ? ഫസ്റ്റ് ദിക്കുകൾ എന്നാണ് ഹെഡിങ്. ദാ എഴുതി, വള്ളിട്ടു. ഇനി ഇക്കായാണ് ഇത് മിസ് പഠിപ്പിക്കാം.
അതിനുശേഷം ദിക്കു, ദിക്കുകൾ, ചില്ലക്ഷരം അല്ലെ, ദിക്കുകൾ. എന്നിട്ട് എന്തൊക്കെയാണ്? കിഴക്ക്. ഏതൊക്കെയാണ് ദിക്ക്? കിഴക്ക്, കിഴക്ക്. നെക്സ്റ്റ് പടിഞ്ഞാറ്. പാ എഴുതുന്ന ശ്രദ്ധിച്ചേ. പാ ഡി ഇഞ്ഞ അല്ലേ? ആരാണ് ഇവിടെ എഴുതുന്നത്? പടിഞ്ഞാറ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിക്കോ. പടിഞ്ഞാറ്. തെക്ക്. തെക്ക്. ലാസ്റ്റ് ഏതാണ്? വടക്ക്. വടക്ക്. ഓക്കെ, അപ്പൊ ദിക്കുകളാണ് നമ്മൾ പഠിച്ചത്. ദിക്കുകൾ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഓക്കെ, എഴുതിയോ? 4 ദിക്കുകൾ. ആദ്യം ഹെഡിങ് എഴുതുക. എൻ്റെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഹോംവർക്ക് പോലെ എഴുതണം കേട്ടോ. ദിക്കുകളിലും എഴുതണം. കിഴക്ക്, പടിഞ്ഞാറ് അങ്ങനെ എഴുതിയിട്ട് ഒരു പേജിൽ എഴുതുക കേട്ടോ. എഴുതി പഠിക്കണേ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഏതാണ്? വ്യഞ്ജനാക്ഷരങ്ങളാണ്, ഡിക്റ്റേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിടാം. ഓക്കെ, അപ്പൊ എഴുതി പഠിച്ചിരിക്കണം നിങ്ങൾ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ദിക്കുകൾ. അതില് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. പിന്നെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചു? 4 ദിക്കുകൾ പഠിച്ചു. സൂര്യൻ എവിടെയാണ് ഉദിക്കുക എന്ന് പഠിച്ചു, എവിടെയാണ് അസ്തമിക്കുക എന്ന് പഠിച്ചു. ഉദയം എന്ന വാക്കിന്റെ എന്താണ് ഓപ്പോസിറ്റ് വേർഡ് പഠിച്ചു അല്ലേ? എന്താണ് എതിർപ്പത്? എന്താണ് ഉദയത്തിന്റെ? അസ്തമയം. ഉദയം, അസ്തമയം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവരും എഴുതിയെടുത്തോ അത്? ഓക്കെ, എഴുതിയെടുത്തു അല്ലേ? അപ്പൊ എല്ലാ മക്കളും അടുത്ത ദിവസം എന്ത് ചെയ്യണം? പഠിക്കണം. വ്യഞ്ജനാക്ഷരങ്ങള് പഠിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ അതുപോലെ ദിക്കുകൾ ഇതൊക്കെ എഴുതാൻ നിങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിക്റ്റേഷൻ ഇടാം കേട്ടോ. അടുത്ത ദിവസം സമയം ഉണ്ടെങ്കിൽ അതെല്ലാം ഇടാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പിറ്റേ ദിവസം ഇടാം. ഒരുപാടാവുമോ മക്കൾക്ക് പഠിക്കാൻ? ഇപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ദിക്കുകൾ അല്ലേ? അപ്പോൾ ദിക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. എവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നതെന്നും എവിടെയാണ് ഉദിക്കുന്നതെന്നും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗം എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇന്നത്തെ ഡിക്റ്റേഷന് തെറ്റിയത് ഹോംവർക്കായിട്ട് ഇമ്പോസിഷൻ എഴുതണം. ഓക്കെ, ബൈ. കേട്ടോ. അപ്പൊ തെറ്റിയ വാക്കുകൾ എല്ലാ മക്കളും എഴുതണം. തെറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാ മക്കളും അത് ഇമ്പോസിഷൻ എഴുതണം. ഓക്കെ, ബൈ. സി യു. ഇഷാൻ, എന്തേ ഇഷാൻ? ഇഷാൻ റൈസ്ഡ് ഹാൻഡ്. ഇഷാൻ എവിടെയാ?